പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയ ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകുകയും ഈ ചർച്ചിലേക്ക് സാങ്ച്വറിയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഷാലോം ചർച്ചായി നമ്മെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നന്ദിയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ പകൽ നാം ജീവനോടുകൂടി ഇരിപ്പാൻ കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയാണ്. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മാരക രോഗങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ ഒത്ത നടുവിൽ കൂടെ ഞാൻ നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരുന്ന് തൻ്റെ ആത്മശക്തിയാൽ നമ്മെ നിറച്ച് തൻ്റെ വചനത്താൽ ദിനംതോറും നമ്മെ താങ്ങി തകർന്നു പോകാവുന്ന മണ്ഡലങ്ങൾ, നശിച്ചു പോകാവുന്ന മണ്ഡലങ്ങൾ, അതിൻ്റെ നടുവിൽ നാം ഇന്ന് പകൽക്കാലം പാടിയതുപോലെ ദൈവസാന്നിധ്യം അയച്ച് ദൈവം നമ്മെ മാനിച്ചല്ലോ, വഴി നടത്തിയല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മലോകവും ഭൗമിക ലോകവും നാം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലോകവും ഒരു യാത്രയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. Both the secular world and the sacred world, they are on a journey, they are traveling. ഒന്ന് ഭൗമികമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ തുടരുമ്പോൾ, ആത്മമണ്ഡലത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ യാത്ര മറ്റൊന്നിനുമല്ല. നമ്മുടെ യാത്ര we are heading towards expecting a union with our divine. നമ്മുടെ ദൈവത്തോടുള്ളൊരു യൂണിറ്റിക്ക് വേണ്ടി നിത്യത ദൈവത്തോട് ചിലവഴിപ്പാനായിട്ട് ഞാൻ നിങ്ങളൊരു യാത്രയിലായിരിക്കുമ്പോൾ റൂളുണ്ട്. ദർ ഇസ് എ ഗോൾഡൻ പ്രിൻസിപ്പിൾ ഫോർ എ ട്രാവൽ ദാറ്റ് ലെസ് ബാഗേജ് മേക്സ് അവർ ട്രാവൽ മോർ പ്ലഷർ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഭൗമിക ലോകത്തിൽ മാത്രമല്ല ആത്മലോകത്തിൽ നാം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതയാത്രയിൽ വറീസ് ഉണ്ട്, ആങ്സൈറ്റീസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ട്, ടെറിബിൾ അറ്റാക്സ് ഞാൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടുന്നവരാണ്. അങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്ത രീതികളിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ, ഈ ബാഗേജുകളെല്ലാം ഞാൻ നിങ്ങൾ ക്യാരി ചെയ്യുമ്പോൾ ആത്മലോകത്തിലെ യാത്രയിലും ഉദ്ദിഷ്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എ സ്ട്രെസ് ഫ്രീ ലൈഫാണ്, എ വറി ഫ്രീ ലൈഫാണ്. സാക്ഷാൽ കർത്താവാകുന്ന യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് താൻ പറയുവാൻ ഇടയായിത്തീർന്നു, വിചാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ താൻ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു, ഈച്ച് ഡേ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ട്രബിൾ. ഏത് ദിവസം എടുത്താലും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുവാനിടയായിത്തീർന്നു, Seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയും? ഈ വറീസിൻ്റെ നടുവിൽ, ടെൻഷൻസിൻ്റെ നടുവിൽ, സ്ട്രഗിൾസിൻ്റെ നടുവിൽ ഇതെല്ലാം ഒരു ബാഗേജായി ക്യാരി ചെയ്തുകൊണ്ട് ആത്മലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ തപ്പിത്തടയുന്ന ജീവിതയാത്രയിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, Cast your burden unto God and believe the word of God. Trust God. എനിക്കും നിങ്ങൾക്കും നാളുകളായി ദൈവം തന്നിരിക്കുന്ന വാഗ്ദാന വചനങ്ങൾ, വചനത്തിൻ്റെ അകത്തു നിന്നും പ്രവചനാത്മാവിലും വ്യത്യസ്ത രീതികളിൽ ദർശനങ്ങളായി, വെളിപ്പാടുകളായി കർത്താവ് കഴിഞ്ഞ നാളുകൾ അരുളി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ സ്ട്രെസ് ഫ്രീ ലൈഫ് നയിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീൻ. ഇന്നത്തെ മെസ്സേജിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രിൻസിപ്പിൾസ് ആൻഡ് ദ പ്രാക്ടീസസ് ഫോർ എ പീസ്ഫുൾ ലൈഫ്. തത്വങ്ങളും അനുഷ്ഠാനങ്ങളും സമാധാനപരമാകുന്ന ഒരു ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്ന ദൈവികമാകുന്ന പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, നാം അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മങ്ങൾ, സ്തോത്രം, പ്രൈസ് ഗോഡ്, പ്രാക്ടീസസ്, നാം നമ്മുടെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്യേണ്ടുന്ന പ്രാക്ടീസസ്, ക്വാളിറ്റീസ്. ഇന്ന് പകലിൽ ഈ പ്രിൻസിപ്പിൾസും നമ്മുടെ ജീവിതത്തിലെ പ്രാക്ടീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു,
ഒരു സമാധാനപരമാകുന്നൊരു ജീവിതം ഇഹത്തിൽ നയിപ്പാനായി സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് പകലിലെ ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവ് തന്നിരിക്കുന്ന ദൈവവചനം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം, അതിന് 4-ാം അധ്യായം 6 മുതൽ 9 വരെ. The epistle to Philippians chapter 4 verse 6 to 9 ഞാൻ വായിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. എൻ്റെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നാം അനുഷ്ഠിക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചല്ല ഞാനും നിങ്ങളും ഒരു വ്യക്തിത്വം. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ വരുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ ചിന്തകൾക്കല്ല ഞാനും നിങ്ങൾ സ്ഥാനം കൊടുക്കേണ്ടുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ളൊരു വ്യക്തിത്വമായി ദൈവം നമ്മെ മാറ്റിയെടുക്കും. എന്നാൽ മറിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ചിന്തകളിൽ ആശ്രയിച്ചുകൊണ്ട് നെഗറ്റീവായിട്ട് നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിന്തകൻ ഇപ്രകാരമാണ് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ ജീവിതം ആ ചിന്തകളിൽ കുടുങ്ങിപ്പോയി അപ്രകാരം ഞാനും നിങ്ങളുമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യത്തോടും കൂടെ ദൈവത്തിൻ്റെ മക്കൾ വചനം ശ്രവിപ്പാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. Devil is always trying to attack your thought process. നമ്മുടെ ചിന്തകളെ എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. And the devil is whispering to your ears. നമ്മുടെ ചെവികളിലേക്ക് എപ്പോഴും ഇങ്ങനെ സന്ദേശം തന്നുകൊണ്ടിരിക്കുക. And he is trying to fill our heart with all negativities. ദൈവത്തിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, തോട്ട് പ്രോസസ്സിനെ പിശാചാവുന്നവൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ തലച്ചോറിൽ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത്, സ്തോത്രം, നമ്മുടെ ചെവികളിൽ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നവരായി, അല്പം കൂടെ കടത്തി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നെഗറ്റിവിറ്റി സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, എനിക്കൊരു നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് തോട്ടിന് എന്നെ നിങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന ആ നന്മയിലേക്ക് നമ്മെ എത്തിക്കാതിരിക്കുവാനായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡെവിലിഷ് സ്കീം ഉണ്ടെന്ന് ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം. മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട. ദൈവത്തിന്റെ വചനം നമ്മുടെ ചെവികളിൽ കൂടെ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവം ഇച്ഛിക്കുമ്പോൾ, റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും കടന്നു വരുമ്പോൾ പിശാചാകുന്നവൻ നമ്മുടെ ചെവികളിൽ എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട് തോട്ട് പ്രോസസ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ പലപ്പോഴും ഞാനും നിങ്ങൾ ചിന്തിക്കാറുണ്ട്, ഇനി ഒരു വേ ഔട്ട് ഇല്ല, ഇനി ഒരു രക്ഷയില്ല, ഇനി ഒരു നന്മയില്ല. കാനഡയിൽ പ്രതീക്ഷകളുമായിട്ട് കടന്നു വന്നു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഉദ്ദേശിച്ച പോലെ ഒരു നന്മയും അനുഭവിപ്പാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് തോട്ടുമായി തോട്ടിനെ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മയാക്കാൻ പിശാച് വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ദൈവത്തോട് പറയുന്നു, പിശാചിൽ നിന്ന് കടന്നു വരുന്ന എല്ലാ നെഗറ്റീവ് തോട്ടുകളിൽ നിന്നും ഓടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ആശ്രയമായി പോകുവാൻ പരിശുദ്ധാത്മാവ് ദൈവത്തോട് ഇന്ന് രാവിലെ ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞ യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. വിശ്വാസമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഈവൻ ബിഫോർ വി വർ ഫോം ഇൻ ദ വൂംബ് ഓഫ് ദ മദർ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഉരുവായതിനു ശേഷം
ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തതിന് ശേഷം നമ്മുടെ ബാല്യകാലത്ത്, നമ്മുടെ യൗവനകാലത്ത്, നമ്മുടെ മധ്യവയസ്കരുടെ കാലഘട്ടത്തിൽ, നമ്മുടെ വാർദ്ധക്യത്തിന്റെ കാലഘട്ടത്തിൽ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് വരെ ദൈവം സഹായിച്ചുവെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചാണ് പ്രിയപ്പെട്ടവരെ. അനേകരുടെ മരണം നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ, അനേക അപകടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ, നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് കൊണ്ടല്ല, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, അത്യുന്നതന്റെ കരുണയാൽ ഈ വൈറസിനെ വെല്ലത്തക്ക രീതിയിൽ തന്റെ കൃപയാകുന്ന ഇമ്മ്യൂണിറ്റിയെ എന്റെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവം അയച്ചു. ഇന്ന് രാവിലെ വരെ ദൈവം സൂക്ഷിച്ചെങ്കിൽ let us have some positive thought this morning. Hallelujah. പിശാച് എപ്പോഴും നമ്മുടെ ചെവികളിൽ നെഗറ്റീവാണ് പറയുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്നത്, നന്മയില്ലെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പകലിൽ വാട്ട് ഈസ് ദ ട്രൂത്ത്? എന്താ ശരി? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ പറ, വാട്ട് ഈസ് ദ ട്രൂത്ത്? ഞാൻ ആ ട്രൂത്ത് ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ. God loves you. That is the first truth. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയും? Praise the Lord. ഈ പ്രതിസന്ധിയുടെ പ്രയാസത്തിന് നടുവിൽ what is the truth? That God loves you. ദൈവം എന്നെ സ്നേഹിക്കുന്നു. What is the truth? God has a plan about your life. ദൈവത്തെ സ്തുതിച്ചാണ് പ്രിയപ്പെട്ടവരെ. And what is the truth? That God will not leave you. Praise the Lord. ദൈവത്തെ സ്തുതിച്ചാട്ട് എന്താ സത്യം എന്നറിയാമോ? ദൈവം എന്നെ നിങ്ങളെ കൈവിടത്തില്ല. And what is the truth? Tomorrow is another day and future is in God's hand. നാളെ എന്നുള്ളത് ദൈവം എനിക്ക് നിങ്ങൾക്ക് തരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. Hallelujah. Stotram. What is the truth? In the end, all things work together for good to those who belong to Christ. Praise God. എന്താ ട്രൂത്ത് എന്നറിയാമോ? എന്റെ ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? Why don't you receive this morning this truth from God and say amen into that? നിന്റെ ഓപ്പോസിറ്റ് അല്ലേ എപ്പോഴും പിശാച് പറയുന്നത്? നിനക്കൊരു ഭാവിയില്ല, നിനക്ക് നാളെ എന്നുള്ളൊരു നന്മയില്ല, ദൈവം നിന്നെ കൈവിട്ടിരിക്കുക, ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുക. ഇത് പിശാചിന്റെ ലയ്യ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ പറഞ്ഞ പാസേജ്, ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ഉരുവിടണം. യു ആർ ടു ക്ലെയിം ഇറ്റ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഉരുവിട്ടുകൊണ്ട് ക്ലെയിം ചെയ്യണം. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്, എൻ്റെ ദൈവം എല്ലാ തിന്മയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും, എൻ്റെ ദൈവം നാളെ എന്നുള്ളത് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ പുലർത്തും, എന്നെ വഴി നടത്തും, ഞാൻ തകർന്നു പോകും, എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം വിശ്വാസൻ. Come on, the church say, my God is a faithful God. കർത്താവിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ഹൗസ് അറസ്റ്റിൽ കിടന്നുകൊണ്ട ഫിലിപ്പിയ സഭയ്ക്ക് താൻ ലേഖനം എഴുതുന്നത്. താൻ അവിടെ പറയുന്ന ചില പ്രിൻസിപ്പൽസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ പ്രിൻസിപ്പൽസ്, എസ്പെഷ്യലി ഇൻ ചാപ്റ്റർ 4, as that is the final chapter of that epistle. Apostle Paul is giving the church, the readers, certain principles, certain healthy principles, I should say healthy principles to have a healthy Christian life. What are those principles that Apostle Paul speaks about? Verse 1 of chapter 4. Stand firm. കർത്താവിൽ നിലനിൽപ്പീൻ. തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട. It's a shaking world. The place where you are living, the world, the work environment, everywhere is a shaking world. ഈ ഷേക്കിംഗ് വേൾഡിൽ ഷേക്ക് ചെയ്യാത്ത ഒരുവനുണ്ടെങ്കിൽ, ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ഒരുവനുണ്ടെങ്കിൽ ആരാന്നറിയാമോ? ദൈവത്തെ സ്തുതിച്ചാട്ട, എൻ്റെ കർത്താവാ. Praise the Lord. He is the same unchanging God. Yesterdays, in my todays and my tomorrows. Praise God. ഇന്ന് പകല് ദൈവത്തിൻ്റെ മക്കളെ, കഴിഞ്ഞ നാളുകളിൽ ജീവിപ്പാൻ കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും പലരും കൈവിട്ടപ്പോഴും കൈവിടാത്തവനായ ഒരുവൻ നിന്റെ കൂടെ ഇരുന്ന് കരം പിടിച്ച് താങ്ങി ഇന്ന് വരെ നടത്തിയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശാന്തമായി ദൈവത്തോട് പറയുന്നു, സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ്. ഒരു ഫെയ്ത്ത് അഫർമേഷൻ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ദൈവദാസൻ പറഞ്ഞു, കർത്താവിൽ നിലനിൽപ്പീൻ.
ബാക്കി ആരിൽ ആശ്രയിച്ചാലും നിലവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും എനിക്കും നിങ്ങൾക്കും നിൽക്കണമെങ്കിൽ ആശ്രയിപ്പാൻ കൊള്ളാകുന്നതിന് ഒരുവൻ മാത്രം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Verse 1. Verse 2, that he is teaching that live in harmony. സമാധാനത്തോടെ വസിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ദാസൻ ആഹ്വാനം ചെയ്യുക, സമാധാനത്തോടെ വസിപ്പാൻ. It's very familiar passage. Verse 4 താൻ പറയുകയാണ്, rejoice in the Lord. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. Verse 5, be gentle. സൗമ്യതയോടിരിപ്പാൻ. പലപ്പോഴും നമ്മുടെ ടെമ്പറാമെന്റ് ഇളകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, ബി ജെന്റിൽ, സൗമ്യതയോടിരിപ്പീൻ. വേഴ്സ് 6 താൻ പറയുകയാണ്, ഡോണ്ട് വറി, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് ഇത് തന്നെയല്ലേ പഠിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, ചില പ്രിൻസിപ്പിൾസ് ദൈവത്തിന്റെ വചനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ that is something that we are to observe in our life. We are to bring into our practical life. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ മുൻപിൽ വെച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അടുത്തത് ഞാൻ പറയുകയാണ്, വേഴ്സ് 6, പ്രേ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ. വേഴ്സ് 6 താങ്ക്സ്ഗിവിംഗ്, നിങ്ങളുടെ വിഷയങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് പറയുവീൻ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 17 പൗൽ അത് തന്നെ പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും സ്തോത്രം ചെയ്യുവീൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ആ പ്രിൻസിപ്പിൾസ് ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലല്ലോ, നമുക്കറിയാമല്ലോ. കർത്താവിൽ നിൽപ്പീൻ, സ്റ്റാൻഡ് ഫേം. കർത്താവിൽ ഏകചിന്തയോടായിരിപ്പീൻ, ലിവ് ഇൻ ഹാർമണി. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സൗമ്യതയോടിരിപ്പീൻ, ബി ജെന്റിൽ ആൻഡ് ഡോണ്ട് വറി, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രേ ടു ഗോഡ് ഫോർ എവരിതിങ്, എല്ലാത്തിനും പ്രാർത്ഥിപ്പീൻ. ആൻഡ് ഗിവ് താങ്ക്സ് അൺടു ഗോഡ്, എപ്പോഴും സ്തോത്രം ചെയ്യുവീൻ. This is the replacement for worries. This is the replacement for the tensions. This is the replacement for the anxieties. This is the replacement for all the terrible situation that you and me facing in our lives daily. പലപ്പോഴും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. We talk to ourselves that we are on the knees. But the last night that God asked me, when you are on your knees, are you praying? Or are you speaking out your worries? തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, we sit for the prayer, we are on our knees for the prayer, but many times because of the anxieties, worries and the terrible situation of our life, we speak only our worries, we pour our worries and we don't pray. എന്നാൽ സ്പെസിഫിക് ആയിട്ട് പൗലോസ് പറഞ്ഞതെന്ന് അറിയാമോ? Pray unto God, ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. Speak to God, tell him your need. Hallelujah. കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ ദൈവമക്കളും ശ്രദ്ധിച്ചേ, he also went through the anxieties or the worries or the tensions and the terrible situation. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം ചാപ്റ്റർ 26 വേഴ്സ് 37 to 39 കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. കർത്താവാകുന്ന യേശുക്രിസ്തു പത്രോസിനെയും സെബെദീപുത്രന്മാരെയും വിളിച്ചുകൊണ്ട് ഗത്ശമനയിലേക്ക് താൻ പോകുവാനായിട്ട് ഇടയായി. തന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായി തീർന്നു. സ്തോത്രം. എന്നോട് കൂടി ഇവിടെ താമസിച്ച് പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. സ്തോത്രം. പിന്നെ അവൻ മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, സാക്ഷാൽ അരുമരക്ഷകനാകുന്ന കർത്താവിന്റെ ജീവിതത്തിലും ഇതേ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ താൻ എന്ത് ചെയ്യുന്നറിയാമോ? താൻ കവിണ്ണു വീണു. Praise God. Going a little farther, he fell with his face to the ground and prayed. നിമിഷം വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ താൻ പോകാൻ പോകുകയാ. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, my father, if it is possible, may this cup be taken from me. ഉടനെ താൻ ദൈവത്തോട് പിന്നെ പ്രാർത്ഥിച്ചു, with that godly conscience, it's not my will but thy will be done. ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൻ്റെ മക്കളെ,
ഒന്ന് കവിണ്ണ് വീണ് ഒന്ന് പ്രാർത്ഥിപ്പാൻ സാധിക്കുന്നെങ്കിൽ, ഒന്ന് മുട്ടുമടക്കി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ സാധിക്കുന്നെങ്കിൽ, ഹൃദയം ഒന്ന് പകർന്ന് ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ സാധിക്കുന്നെങ്കിൽ, മക്കളെ, നമ്മുടെ പ്രാർത്ഥനാ രീതിക്കൊരു മാറ്റം ഇന്ന് രാവിലെ സംഭവിക്കുന്നെങ്കിൽ വളരെ നന്നായിരിക്കുന്നു. യെസ്, സ്പെസിഫിക് പ്രെയർ ടൈം, very specific prayer time. Specifically, you pour your heart unto God with your prayer request. Kneel down, not to worry about, but to cast your burden to God. മുട്ടുമടക്കി വായിൽ കൂടെ വേദനയും പ്രയാസം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ മുട്ടുമടക്കി ഹൃദയം ഒന്ന് ദൈവത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ, either we should ask God to change the situation or we should ask to change ourselves. How many of you got it? Specific prayer. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഇതാണ്, നിനക്ക് ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റാൻ സാധിക്കുമോ? അതോ നീ എന്നെ ഒന്ന് മാറ്റുമോ? The Spirit of God is speaking to the people of God today. This is exactly Jesus prayed. Can it be possible to remove this or to change the situation? Take away this cup from me. It's not possible. He got the answer right away. Then he prayed, it's not my will, but thy will be. It means that equip myself to take that cup and to drink it. തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ കുടിക്കേണ്ട ചില കപ്പുണ്ട്, നീ കടന്നു പോകേണ്ട ചില വേദനകരമാകുന്ന സാഹചര്യമുണ്ട്, നീ കടന്നു പോകേണ്ടുന്ന കോതമ്പ് പോലെ മെതിക്കപ്പെടേണ്ടുന്ന തകർച്ചയുടെ സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ പല പ്രതിസന്ധിയും മാറ്റുവാൻ പറഞ്ഞാൽ ഒരു പക്ഷേ അത് ദൈവം മാറ്റത്തില്ല. നീ ഇന്ന് രാവിലെ നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റമുണ്ടാകട്ടെ. ഈ പ്രതിസന്ധിയുടെ നടുവിലും എനിക്കൊരു മാറ്റമുണ്ടായി. പ്രാർത്ഥനയോടുകൂടെ ഇതിനെ ഫേസ് ചെയ്യുവാൻ സർവശക്തനെ സഹായിക്കുമാറാകണമെന്ന് എത്ര പേർക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും? പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ പോകത്തില്ല. Quite often it won't happen as per you plan, you purpose. Obviously, that is your experience. That's my experience. You as a layman or layperson, me as a minister of the word of God, we all have to go through. ഡോക്ടർ ബ്ലസ്സൻ മേമനോട് ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, തോൽവികളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ആ പ്രോസസ്സിങ് ഉണ്ടല്ലോ, ആ എൻജിനീയറിങ്ങിൽ കൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് രാവിലെ വിശ്വസിക്കണം, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് ചില പ്രൊവിഷൻസ് പ്രതിസന്ധിയുടെ പിറകിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് ചില പർപ്പസിലേക്ക് നിന്നെ നയിക്കാനുണ്ട്. സാഹചര്യത്തെ ചേഞ്ച് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നത് നിർത്തി ഇന്ന് വെളുപ്പിന് ഏർലി മോർണിംഗ് ദൈവാത്മാവിനോട് സംസാരിച്ചതാ. And he asked me, stop praying for changing your situation, but be ready for the godly purpose and the plans in about your ministry. നിന്റെ ജോലി മണ്ഡലത്തിൽ ചില സിറ്റുവേഷൻ നിന്നെ വേദനപ്പെടുത്താം. നിന്റെ കുടുംബജീവിതത്തിൽ ചില സിറ്റുവേഷൻ നിന്നെ വേദനപ്പെടുത്താം. നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പല സാഹചര്യങ്ങൾ നിന്നെ വേദനപ്പെടുത്താം. യുവർ അക്കാഡമിക്, യുവർ ഫ്യൂച്ചർ, യുവർ ഫാമിലി, യുവർ ചിൽഡ്രൻ, യുവർ വർക്ക് എൻവയോൺമെന്റ്, യുവർ ഫിനാൻസ്. മെനി സിറ്റുവേഷൻ ക്യാൻ ബോദർ യു, ക്യാൻ പെയിൻ യു. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, make Jesus as your role model. Number 1, for prayer. Number 2, for specific prayer. What is a specific prayer? If God doesn't change the situation, ask God, change me. Change me, oh Lord. നമ്മൾ പാടുമല്ലോ, change me Lord, empower me Lord, equip me Lord. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടുന്നത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം, പീസ് ഓഫ് ഗാഡ്
That's a state of being, right? Peace of God is a state of being that you intend, that I intend, we all want. Because the restless life, stressful life, worries, agonies, mental torturing, unexpected incidents, terrible attacks. പക്ഷെ ദൈവാത്മാവ് ശാന്തമായി ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ജീവിതത്തെ മുട്ടുമടക്കി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത, സിറ്റുവേഷൻ മാറാൻ പ്രാർത്ഥന നിർത്തി, സിറ്റുവേഷൻ്റെ അകത്ത് നിനക്കൊരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നിനക്ക് വേണ്ടുന്ന ദൈവം തരും. പണത്തേക്കാൾ, പ്രശസ്തിയേക്കാൾ, പദവികളേക്കാൾ, സ്ഥാനങ്ങളേക്കാൾ, മാനങ്ങളേക്കാൾ ഇന്ന് രാവിലെ ദൈവവേദന എനിക്ക് നിനക്ക് വേണ്ടുന്നത് ദൈവസമാധാനമാ. വിശ്വസി ദൈവത്തെ സ്തുതിച്ചാട്ടോ. We want the peace of God. Next, Apostle Paul says from verse 8 onwards, listen to me. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ. Apostle Paul is talking about 8 qualities. 8 ക്വാളിറ്റീസ് അവിടെ പറഞ്ഞു. ഇംഗ്ലീഷിൽ ട്രൂ, ഓണറബിൾ, റൈറ്റ്, പ്യുവർ, ലവ്ലി, ഗുഡ് റെപ്യൂട്ട്, എക്സലന്റ് and worthy of praise. 8 ക്വാളിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ എപ്പോഴും പിശാച് അറ്റാക്ക് ചെയ്യും. If we thinking about good thing, the action also will be good one, right? If you are thinking about the bad one, the action also will be the bad one, or the outcome or the result. ഡെവൽ എപ്പോഴും ചെയ്യുന്നത് തോട്ട് പ്രോസസ്സിനെ അറ്റാക്ക് ചെയ്ത് എപ്പോഴും ബാഡ് തോട്ട്സ് കൊണ്ടുവരിക. ആദ്യ മാതാപിതാക്കളായ ആദാമിന് ഹവ്വായ്ക്ക് സംഭവിച്ചു അത് തന്നെ. തോട്ട് പ്രോസസ്സിൽ പിശാച് കയറി അറ്റാക്ക് ചെയ്ത് ഡെവിളിഷ് തോട്ടിനാൽ അവർ ഓവർ റൂൾ ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ആത്മീയ ഗോളവും കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഗോഡ് വാണ്ട്സ് എ കറക്ഷൻ. God wants his people to be corrected by his word and the Spirit of God. But obviously, we live in a corrupted world. നമ്മുടെ തോട്ട് പ്രോസസ്സ് കറപ്റ്റ് ചെയ്യുന്നത് പിശാച. പൗലോസ് 8 ക്വാളിറ്റീസ് പറയുക. 8 ക്വാളിറ്റീസ് വിശദമായിട്ട് സംസാരിക്കാൻ മുമ്പ് സമയമില്ല. നമ്പർ 1 is true. എൻ്റെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ട്രൂത്ത് വിട്ട് ഒന്നും ചെയ്യരുത്. I have no time to explain, so I'm just putting it in one word. ദൈവമാണ് സത്യം. ട്രൂത്ത് വിട്ട് ഒന്നും ഉണ്ടാകരുത്. ഫിൽട്ടറിങ്, ദിസ് എ സ്പിരിച്വൽ ഫിൽട്ടർ ആക്ച്വലി. നമ്മുടെ ഹൃദയത്തെ സ്വർഗത്തിലെ ദൈവം ഫിൽട്ടർ ചെയ്യുന്ന വസ്തുതകളാണ് ഈ 8 ക്വാളിറ്റീസ് ഉപയോഗിച്ച് ദൈവം ഫിൽട്ടർ ചെയ്യുന്നത്. നമ്പർ 1 ട്രൂത്ത്, ട്രൂ. നമ്പർ 2 ഓണറബിൾ. വർഷിപ്പിന് തുല്യമായ സ്ഥാനമാണ് സ്തോത്രം. റെസ്പെക്റ്റഡ്. നമ്മൾ വേണ്ടുന്ന റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ ഓണറബിൾ. നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ ആ റെസ്പെക്റ്റ് അല്ലെങ്കിൽ വർഷിപ്പ് കൊടുക്കുന്നത് ഫ്രം അവർ ഹാർട്ട്. ആക്ച്വലി ചിന്തിക്കുന്ന ട്രൂ ആയിട്ട് ചിന്തിക്കുന്നത് ഫ്രം അവർ ഹാർട്ടാ. നമ്പർ 2 ഓണറബിൾ. നമ്പർ 3 റൈറ്റ്. ദിസ് ഈസ് ആക്ച്വലി എ ലീഗൽ ടേം, റൈറ്റ് എന്നുള്ളതാ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റൈറ്റ് വിട്ട്, ശരി വിട്ട് ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. റൈറ്റ്, സ്തോത്രം. 3 പദങ്ങൾ: സത്യം, ഘനം, നീതി. 4-ാമത്തേത് നിർമ്മലം, പ്യുവർ. പ്യുവർ ഹാർട്ട് ആയിരിക്കണം. പ്യുവർ ഹാർട്ട്. Let me tell you, let me urge you, all the members of the church, God wants a worship from our pure heart. The spiritual world has been corrupted and they do a mouth service unto God with a corrupted heart. This morning may I urge you, in the name of Jesus, let us pray and work for a pure heart. നിർമ്മലമായ ഹൃദയം.
അടുത്ത ലവ്ലി, രമ്യമായത്. സ്തോത്രം. ദോസ് തിങ്സ് ആക്ച്വലി ദാറ്റ് എയിം ടുവേർഡ് ലവ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ. അടുത്ത പദം ഉപയോഗിക്കുന്ന സൽകീർത്തി, തിങ്സ് ദാറ്റ് വി വാണ്ട് ടു ഹിയർ. ആക്ച്വലി തെറ്റായത് കേൾപ്പിക്കുവാനും തെറ്റായത് കേൾക്കുവാനും തെറ്റിൻ്റെ പുറകെ ഓടുന്ന ഒരു ആത്മമണ്ഡലത്തിന് നടുവിൽ ഒരു സ്പിരിച്വൽ ഫിൽട്ടർ ദൈവം എനിക്ക് നിങ്ങൾക്കും വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്ക് ഫോർ ഗുഡ് റെപ്യൂട്ട്. അടുത്തത് ഏഴാമത്തേത് എക്സലൻസ്, സൽഗുണം. ദാറ്റ്സ് എ മോറൽ ഗുഡ്നസ്. എട്ടാമത്തെ 8th one, വർതി ഓഫ് പ്രൈസ്, പുകഴ്ച. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒരു ഗോഡ്ലി അപ്രൂവൽ വേണം, ഒരു ഗോഡ്ലി റെക്കഗ്നിഷൻ വേണം. 8 ക്വാളിറ്റീസാ. ഒന്ന് ഫിൽട്ടർ ചെയ്ത് 1 മിനിറ്റ് എടുത്തുകൊണ്ട് സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, സ്തോത്രം, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്. ഈ 8 ഗുണവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ 8 ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. ഇത് പഠിച്ചാൽ മാത്രം പോരാ. അടുത്ത പദം പൗലോസ് പറയുകയാണ്, വേഴ്സ് 8 and verse 9, he talks about 2 commandments. 1, dwell on those things or meditate on those things. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതം ഈ 8 ഗുണങ്ങളിൽ വസിക്കണമെന്ന്. സ്തോത്രം. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എന്നാൽ അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ജീവിതമല്ല ക്വാളിറ്റേറ്റീവ് ലൈഫ് നയിക്കുവാൻ. God expects a qualitative, productive life from the people of God. ഈ വേദപുസ്തകമല്ല ഇതിന്റെ പ്രിൻസിപ്പിളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ here Apostle Paul is talking about the 8 qualities like a spiritual filter that you and me, we have to dwell on. Live in that. Stay in that. ചിന്തകൾ അതിനകത്തായിരിക്കണം, തോട്ട് പ്രോസസ് അതിനകത്തായിരിക്കണം. സ്തോത്രം. വേഴ്സ് 8 ഒരു കമാൻഡ് പറഞ്ഞു, dwell on those things. വേഴ്സ് 9 താൻ കമാൻഡ് പറഞ്ഞ എന്താണെന്നറിയാമോ? സ്തോത്രം. put those things into actions. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. certain qualities ദൈവത്തിന് വേണം നമ്മോട് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനാ. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ദൈവമുൻപാകെ വിജയകരമാകുന്നൊരു ജീവിതം നയിക്കണമെങ്കിൽ പ്രമാണമായിട്ട് പുസ്തകത്തിനകത്ത് ഇരുന്നാൽ പോരാ. പ്രമാണം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരണം. സ്തോത്രം. ഇൻ ചാപ്റ്റർ 8 he says about dwell on, അതിൽ വസിപ്പീൻ. വേഴ്സ് 9 he says put those things into action. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഹൃദയത്തിലെ വസ്തുതകൾ ദൈവത്തിൻ്റെ മുൻപാകെ സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ പറഞ്ഞു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉദ്ഭവം അതിൽ നിന്നല്ലോ, ഹൃദയത്തിൽ നിന്ന്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 22-23, മാർക്ക് 7:22-23. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന തോട്ട് പ്രോസസ് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, അസൂയ, ഇതൊക്കെ പുറപ്പെടുകയാണ്. എന്നാൽ അതിനെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച ദൈവം പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസിൽ വസിപ്പാനായിട്ട് ഇച്ഛിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് അവിടെ ഉണ്ട്. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. ബ്രിങ് ദോസ് തിങ്സ് ഇൻ ടു യുവർ പ്രാക്ടിക്കൽ ലൈഫ്. ഈഫ് സോ, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. Then the God of peace will be with you.